നമ്മുടെ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ ചാപ്പൽ സർവീസായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ഉത്സാഹത്തോടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മീറ്റിംഗ്, നമ്മൾ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, വിവിധ വിഷയങ്ങളെ ഓർത്ത്, ഇതിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഇന്ന് രാത്രി നമ്മളെ സഹായിക്കേണ്ടതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് കയറാം. നമുക്ക് തുടർമാനമായ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിനൊരു പ്രാർത്ഥനയുടെ പിൻബലം ആവശ്യമാണ്. സ്തോത്രം. നമ്മുടെ ഏത് ഒരു ആവശ്യം, ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനയും സഹകരണവുമാണ്. അതുകൊണ്ട് നമുക്ക് അല്പസമയം നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 500-ലധികം പിള്ളേർ സ്റ്റുഡൻസ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരൊക്കെ യൂട്യൂബിലൂടെയും നമ്മളെയൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. ഈ ക്ലാസ്സുകൾ അനേകർക്ക് ഒരാശ്വാസമായി കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രാർത്ഥനവും ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു പ്രവർത്തനം വീണ്ടും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് വളരെ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാം, സഹകരിക്കാം. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനെല്ലാം നന്ദിയുണ്ട്. ദൈവം സഹായിക്കട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് നമ്മൾ ചുരുക്കം പേരായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുമ്പോൾ പല വീടുകളിലിരുന്ന്, പല ടൈം സോണില്, പല രാജ്യത്തിരുന്നു കൊണ്ട് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ, ഇന്ന് രാത്രി നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ, ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, ചില ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാം അതൊരു അനുഗ്രഹമായി തീരുവാൻ, എല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരേണ്ടതിനായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഓരോ പ്രോഗ്രാം കേൾക്കുന്ന അത് അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഈ ചാപ്പൽ സർവീസിന്റെ അനുഗ്രഹത്തിനായിട്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്, ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു നാഥ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവത്തിന്റെ പൊന്നു പാദപീഠത്തിൽ ഞങ്ങളെ അഗാപ്പെ ബൈബിൾ കോളേജായിട്ട് ഹല്ലേലൂയ, ദൈവമേ ഹല്ലേലൂയ, ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ഹല്ലേലൂയ കടന്നു വരുന്ന ഓരോ ദൈവമക്കളെയും ദൈവദാസന്മാരെ ഹല്ലേലൂയ ഈ നിമിഷം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഇത് ദൈവമേ ഹല്ലേലൂയ, ഇതിന്റെ ഹല്ലേലൂയ എല്ലാ പ്രവർത്തനത്തിന് ഹല്ലേലൂയ, ഞങ്ങളുടെ ഈ കോളേജിന്റെ എല്ലാ ദൈവമേ കാര്യക്ഷമമായി നടത്തുവാൻ ഹല്ലേലൂയ അതിനായി നിയന്ത്രിക്കുന്ന ഹല്ലേലൂയ ഞങ്ങളുടെ ഷാജി കെ ഡാനിയൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലാലു ജേക്കബ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും ഹല്ലേലൂയ ഞങ്ങൾ ഈ സമയം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പൊന്ന് പാദപീഠത്തിലേക്ക് ഹല്ലേലൂയ ഞങ്ങളുടെ ഈ കോളേജിൽ ഇന്ന് കടന്നു വന്ന ചാപ്പൽ സർവീസായി ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഇതിന്റെ ആദ്യോടന്തം പിതാവേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ. അതുപോലെ ഞങ്ങളുടെ ഈ 5 ദിവസം നടക്കുന്ന ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമാകുവാൻ ദൈവം കൃപ ചെയ്യണമേ. പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ഓരോ മക്കളെയും ഹല്ലേലൂയ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനെയും ദൈവമേ ഹല്ലേലൂയ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അത് ഗ്രഹിപ്പാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ചാപ്പൽ സർവീസ് അനുഗ്രഹമാകണം. വർഷിപ്പ് ഹല്ലേലൂയ, മെസ്സേജ്, സാക്ഷ്യങ്ങളെ ഹല്ലേലൂയ അതെല്ലാം ഇന്ന് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ലാലു ജേക്കബ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാജി കെ ഡാനിയൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ ചാപ്പൽ സർവീസ് ഇന്ന് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഹല്ലേലൂയ ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സകലതും യേശോപ്പായുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സിസ്റ്റർ സൗദ സുരേഷ് സ്തോത്രം പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ദൈവം ഇത്രത്തോളം നമ്മളെ സഹായിച്ചു, അനുഗ്രഹിച്ചു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങളെ പോലുള്ള പുതിയ ആൾക്കാരെയൊക്കെ ഞങ്ങൾക്ക് മുൻ പരിചയമോ ബ്ലഡ് റിലേഷനോ ഒന്നുമില്ല. നമ്മളെന്നാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ പരിചയപ്പെടുവാനും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ എപ്പോഴും ഓർക്കും. ഇതിനൊന്നും യാതൊരു അർഹതയുമില്ലാത്ത സ്ഥാനത്ത് ഇത്രത്തോളം പേര് ഞങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനത്തിന് എല്ലാം ഒരു അനുഗ്രഹമാണ്. അതിനെല്ലാം വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ വലിയ സഹകരണം, കൂട്ടായ്മ, അത് ഹൃദയത്തിന്റെ ഭാഷയിൽ, അത് ചുമ്മാ പറയല്ല, വളരെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാണ്. സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മളൊരു കൂട്ടായ്മയായിട്ട് ദൈവവചനം പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ ഇപ്രകാരം മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനും കൈത്താങ്ങുവാനും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സഹകരിപ്പാൻ ഒക്കെ ദൈവം സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഒത്തിരി നല്ല ഗായകരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ പ്രഗത്ഭരായ നമ്മുടെ പാട്ടുകാരെയൊക്കെയാണ് സാധാരണയായി നമ്മൾ വിളിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ പാടാൻ കഴിവുള്ളവർക്കൊക്കെ പാടാൻ ഒരവസരം കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു, ഇത്രയും പാട്ടുകാർ നമ്മുടെ മധ്യേ ഉണ്ടല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ എല്ലാവർക്കും ഒത്തിരി പാടാൻ അവസരം കൊടുക്കുവാൻ സാധ്യമല്ലോ. അതുകൊണ്ട് ഓരോ പാട്ടുകളൊക്കെ നമ്മളിപ്പോൾ പാടുന്നതാണ്. ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഹല്ലേലൂയ നമ്മുടെ ഇന്നത്തെ ചാപ്പൽ സർവീസ് നമുക്ക് ആദ്യം പ്രിയ കിരൺ രവി, അദ്ദേഹം തൊടുപുഴ, അദ്ദേഹം നമ്മുടെ ഏത് സ്ഥലമാണ്? വാഗമൺ. ഒരു സുഖവാസ സ്ഥലമാണ് വാഗമൺ. സ്തോത്രം. വാഗമണ്ണിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ലീവിനൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് വാഗമൺ. അപ്പോൾ അവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയ ദൈവദാസന്റെ മകനാണ്. സ്തോത്രം. താനും ദൈവവേലയ്ക്ക് വേണ്ടി സ്തോത്രം ഏൽപ്പിച്ചു ഇരിക്കുകയാണ്. താനൊരു നല്ല പാട്ടുകാരനോടാണ്. എന്നോട് പറഞ്ഞു ഇൻസ്ട്രുമെന്റ് ഒന്നുമില്ല, ഞാൻ ഡ്രം അടിച്ചാ പാടുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു ഒരു വ്യത്യസ്തമായ രീതിയിലായിക്കോട്ടെ. സ്തോത്രം. അപ്പോൾ പ്രിയ കിരൺ ചില ഗാനങ്ങൾ ആദ്യമായിട്ട് പാടും. വളരെ ആക്റ്റീവായിട്ട് നമ്മോടൊപ്പം. ഇന്ന് യുവജനങ്ങളൊന്നും ദൈവവചനം പഠിക്കാൻ അധികം സമയം കണ്ടെത്താതെ, എന്നാൽ പ്രിയ കിരണിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദിവസവും ഒരു യുവാവായിരിക്കെ താൻ ഈ ക്ലാസ്സുകളിലൊക്കെ കയറുവാൻ കാണിക്കുന്ന നല്ല സന്മനസ്സിനായി സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സുവിശേഷകനായി അനേകരെ നേടിയെടുപ്പാൻ ദൈവം തന്നെ ഉപയോഗിക്കട്ടെ. തുടർന്ന് തന്നിൽ നിന്ന് നമുക്ക് ഗാനങ്ങൾ കേൾക്കാം. പ്രിയ കിരൺ, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ അഗാപ്പെ ബൈബിൾ എനിക്ക് കേൾക്കാവോ പാസ്റ്ററെ? കേൾക്കാം. ഓക്കെ. അഗാപ്പെ ബൈബിൾ കോളേജിന്റെ ചാപ്പൽ സർവീസ് ആയിട്ട് നമുക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു കൃപയ്ക്ക് നന്ദി പറയുകയാണ്. ഇത് ഡയറക്ടർ ആയിരിക്കുന്ന നമ്മുടെ പാസ്റ്റർ ഷാജി കെ ഡാനിയേൽ, ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ലാലു ജേക്കബ്, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുകയാണ്. എന്റെ കയ്യിൽ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ആകെയുള്ളത് ഒരു ഡ്രമ്മാണ്. എങ്കിലും ഞാൻ ആരാധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തത്. ആമേൻ. ഹല്ലേലൂയ. ആരാധിക്കുന്നവർ മുമ്പിൽ ഒരു ഹല്ലേലൂയ പ്രതികൂലത്തിനും നിൽക്കുവാൻ കഴിയത്തില്ല. ആരാധിക്കുന്നവർ മുമ്പിൽ ഒരു കോട്ടകൾക്കും നിൽക്കുവാൻ കഴിയത്തില്ല. ആരാധിക്കുന്നവർ മുമ്പിൽ സകല തടസ്സങ്ങളെയും പൂർണ്ണമായി തകർത്തു മാറ്റുവാൻ കർത്താവിന്റെ ആത്മാവിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ചേർന്ന് ആരാധിക്കുമ്പോൾ, ദൈവസാന്നിധ്യത്തിൽ ആരാധിക്കുമ്പോൾ ചില കോട്ടകൾ തകരുവാനിടയായി തീരും. ചില തടസ്സങ്ങൾ ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ചില തടസ്സങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഡീൽ ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി സന്തോഷത്തോടെ ചേർന്ന് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ ബലനേ, എൻ കോട്ടയേ, ആരാധனை உமக்கே. என் பலனே, என் கோட்டையே, ஆராதனை உமக்கே. மறவிடமே, துறவிடமே, ஆராதனை உமக்கே. மறவிடமே, துறவிடமே, ஆராதனை உமக்கே. ஆராதனை
ஆராதனை அப்பா அப்பா உங்களுக்குதா ஆராதனை ஆராதனை அப்பா அப்பா உங்களுக்குதா பரிசுத்தமாகும் யெகோவா மக்தீஸ் ஆராதனை உமக்கே பரிசுத்தமாகும் யெகோவா மக்தீஸ் ஆராதனை உமக்கே உருவாக்கும் தெய்வம் யெகோவாசிக்கேனு ஆராதனை உமக்கே உருவாக்கும் தெய்வம் யெகோவாசிக்கேனு ஆராதனை உமக்கே ஆராதனை ஆராதனை அப்பா 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 உங்களுக்குதான் ஆராதனை அப்பா அப்பா உங்களுக்குதான் என் பலனை என் கோட்டையே ஆராதனை உமக்கே என் பலனை என் கோட்டையே ஆராதனை உமக்கே மரவிடமே உறைவிடமே ஆராதனை உமக்கே மரவிடமே உறைவிடமே ஆராதனை உமக்கே ஆராதனை 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 அப்பா அப்பா உங்களுக்குதான் ஆராதனை 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 அப்பா அப்பா உங்களுக்குதான் பலவும் என் கோட்டையும் യേശുനാഥാ എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ യേശുനാഥാ ആശ്രയിപ്പാൻ നീയല്ലാതെ ആരുള്ളു എൻ ദൈവമേ ആശ്രയിപ്പാൻ നീയല്ലാതെ ആരുള്ളു എൻ ദൈവമേ ഹല്ലേലൂയാ ഹല്ലേലൂയാ രാജാവിനെ ഹല്ലേലൂയാ ഹല്ലേലൂയാ
ആരാധന രാജാവിന് ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ രാജാവിന് ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന രാജാവിന്. Praise the Lord. Hallelujah. രാത്രി കർത്താവിനെ ഇത്രത്തോളം നമുക്ക് ആരാധിക്കാം. ദൈവം സഹായിച്ച കൃപയ്ക്ക് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനിയും ഹല്ലേലൂയ അനേകർ പാടുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വീണ്ടും താണിരിക്കുകയാണ്. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു ബ്രദർ കിരൺ. കർത്താവിന് വേണ്ടി ഉത്സാഹത്തോടെ പാടുവാൻ കാണിച്ച നല്ല സന്മനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആദ്യ പിതാക്കന്മാരൊക്കെ ആരാധിച്ചത് ഡ്രംസ് മറ്റേ കീബോർഡ് കൊണ്ടൊന്നുമല്ല, ഡ്രമ്മുകളൊക്കെ അടിച്ചായിരുന്നു. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസിനെ ദൈവം മാനിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമുക്ക് ഒരു പാട്ടും കൂടെ കേൾക്കാം. കർത്താവിന്റെ ദാസി പ്രിയ ഭാഗ്യലക്ഷ്മി, സിസ്റ്റർ ഭാഗ്യലക്ഷ്മി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താന് ആലപ്പുഴ സ്വദേശിയാണ്, ഇപ്പോൾ വെല്ലൂര് ആയിരിക്കുന്നു. ഒരു പാട്ട് പാടും. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൽ വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്യുന്ന പ്രിയ സഹോദരിയാണ്. സ്തോത്രം. ഇപ്പോൾ ഒരു പാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. കേൾക്കാമോ ഫാസ്റ്റേ? കേൾക്കാം. Hallelujah. Glory my Jesus. Thank you Lord. Thank you Father. Thank you Holy Spirit. അപ്പാ ദൈവമേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. തിരുവചന പ്രകാരം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഹല്ലേലൂയ 9-ാമത്തെ 10-ാമത്തെ വാക്യ പ്രകാരം പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും അങ്ങ് യോഗ്യൻ. അങ്ങ് അറുക്കപ്പെട്ടു അങ്ങയുടെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ച് അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അങ്ങയുടെ രക്തത്തിൽ ഞങ്ങളെ വീണ്ടെടുത്തു കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അപ്പന്റെ പാദപീഠത്തിൽ ഇടങ്ങളിൽ കർത്താവേ ഞങ്ങൾ ഒരു മനപ്പെട്ട് കർത്താവെ സ്തോത്രങ്ങൾ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും അടിയന്റെ മേലെല്ലാം ദൈവസ്ഥാനത്ത് ഇറങ്ങി വരുവാൻ തക്കവണ്ണ സ്വർഗീയ പിതാവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം കുഞ്ഞാടേ വാഴ്ത്തുക യേശു ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക യേശു ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. സ്തുതിയോ സ്തോത്രമോ എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയോ സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും
കർത്താവ് എല്ലാം ഒട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് സന്നിധിയിൽ വസിച്ചോടെ വാദങ്ങൾ ചുംബിച്ചോടെ നിൻ സന്നിധിയിൽ വസിച്ചോടെ വാദങ്ങൾ ചുംബിച്ചോടെ ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ തേജസ്സനും നിർമുഖമൻ ഹൃദയദിനാനന്ദമേ തേജസ്സനും നിർമുഖമൻ ഹൃദയദിനാനന്ദമേ ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് താങ്ക് യു താങ്ക് യു. വളരെ മനോഹരമായി പാടുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ദൈവം സഹായിക്കട്ടെ. പ്രിയ സഹോദരി ഇപ്പോൾ വെല്ലൂരായിരിക്കുന്നു. ദൈവം അനേക പേഷ്യൻസിനോടൊപ്പം ഒക്കെ ആയിരിക്കുന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദൈവം തന്നെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ഓരോ പല മേഖലയിലുള്ള അനേകം ആൻറ്റിമാരും അമ്മച്ചിമാരും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ നമ്മളോടുണ്ട്. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെയൊക്കെ പരിചയപ്പെടുവാൻ കാണുവാൻ ഒക്കെ ദൈവം സഹായിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. തുടർന്ന് നമുക്ക് സ്തോത്രം ഒരു സാക്ഷി കേൾക്കാം. അതിനുശേഷം പാടുവാൻ അനേകർ തന്നിട്ടുണ്ട്, നമുക്ക് പാടാം. പ്രിയ സിസ്റ്റർ സൗദ സുരേഷ്, താന് സൗദ ബീബി എന്നാണ് തോന്നുന്നു പേര് അല്ലേ, കുവൈറ്റിൽ നിന്നാണ് താൻ ജോയിൻ ചെയ്തത്. സ്തോത്രം. താന് അല്പമായ ഒരു ചെറിയ സാക്ഷ്യം പറയും. നമ്മുടെ ഷാജി കെ ഡാനിയൽ പാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് നമ്മുടെ ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ VM തോമസ് ഉണ്ട്. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാം ചന്തവും ഉചിതവുമായി നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അധികം സമയമെടുക്കാതെ അത് പറയണം. പ്രത്യേകിച്ച് ഇത് നമ്മളൊക്കെ ആയിരിക്കുന്ന മേഖലകൾ അറിയാമല്ലോ, ഇത് യൂട്യൂബിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് യാതൊരു രാജ്യത്തിൻ്റെയോ മതത്തിൻ്റെയോ നിയമവ്യവസ്ഥകളെ ഒന്നും ഹനിക്കാതെ വേണം ഇത് പറയാനെന്നുള്ള കാര്യം. കാരണം പേര് കേട്ടപ്പോൾ അറിയാമല്ലോ. അപ്പം വളരെ വളരെ ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ സംസാരിക്കുക. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ചില മിനിറ്റുകൾ പ്രിയ സൗദ സുരേഷ് സാക്ഷ്യം പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഗപ്പ ബൈബിൾ ക്ലാസിന്റെ ആമേൻ ഇന്ന് നടക്കുന്ന ചാപ്പൽ മീറ്റിംഗിൽ കടന്നു വന്ന് എനിക്കും കർത്താവിനെ സാക്ഷിപ്പാൻ ഒരവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. എനിക്ക് അവസരം തന്ന കർത്തൃദാസന്മാർക്ക് എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിന് എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഷാജി കെ ഡാനിയൽ എന്ന പാസ്റ്റർ ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം അമേരിക്കയുടെ പ്രദേശത്തേക്ക് കടന്നുപോയപ്പോ ഞങ്ങളുടെ ഒരു സാക്ഷി ഷാജി ഡാനിയൽ പാസ്റ്റർ ഉണ്ട്. കുവൈറ്റിലായിരുന്ന 5 വർഷക്കാലം ഞങ്ങളുടെ സഭയിലായിരുന്ന പാസ്റ്റർ ഷാജി ഡാനിയൽ പാസ്റ്റർ ഉണ്ട് ഹൂസ്റ്റണില്. ഞാൻ പറയൂ ഞങ്ങളുടെ പാസ്റ്റർ. അപ്പൊ ഞാൻ ഈ പാസ്റ്ററിന്റെ ചർച്ചില് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഷാജി കെ ഡാനിയൽ പാസ്റ്റർ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയും ഒരു പാസ്റ്റർ ഉണ്ടോ എന്ന് ഞാൻ ചോദിപ്പാനിടയായി തീർന്നു. അങ്ങനെ കർത്തൃദാസന്റെയും ആമേൻ കൂട്ടായ്മയിൽ പങ്കെടുപ്പാൻ ദൈവം അവസരം നൽകിയതോർത്ത് സ്തോത്രം. ലാലു പാസ്റ്റർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഒരു വചനം വായിച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ വേഗത്തിൽ തന്നെ എന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 103-ാം സങ്കീർത്തനം 20-21 വചനങ്ങൾ. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവർത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി. ആമേൻ. കർത്താവിന്റെ വചനം കേട്ട് അവന്റെ ആജ്ഞ അനുസരിപ്പാൻ തക്കവണ്ണം എന്നെയും കർത്താവ് തെരഞ്ഞെടുത്തതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 1989 മാർച്ച് മാസം 8-ാം തീയതി സന്ധ്യാസമയത്ത് ഞാൻ എൻ്റെ വീടിന്റെ മുൻവശത്തിരുന്നു കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തോട് വിട പറയും, ആത്മഹത്യ ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തോടെ ആയിരുന്ന സമയത്ത് എൻ്റെ മാതാവ് ഒരു ബൈബിൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ നടുവേദന മാറും, നീ ബൈബിൾ എടുത്തൊന്ന് വായിക്കുക. ആമേൻ. ബൈബിൾ
ബൈബിൾ എൻ്റെ വീട്ടിൽ വന്നത് പറയണമെങ്കിൽ കുറച്ച് സമയം വേണ്ടിവരും. സമയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ആ ഭാഗത്തേക്ക് പോകാം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ബൈബിൾ കൊണ്ടുവന്ന് തന്നിട്ട് ഉമ്മ അകത്തേക്ക് കയറിപ്പോയി. ഞാൻ ആ സമയം അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? കുട്ടിക്കാലം മുതൽ കണ്ണുനീര് മാത്രമല്ലേ തന്നിട്ടുള്ളൂ. കാരണം എൻ്റെ പിതാവ് നല്ലൊരു മദ്യപാനിയാണ്, വളർന്നു വന്ന എൻ്റെ സഹോദരൻ മദ്യപാനിയാണ്, ചീട്ടുകളിയുമാണ്, സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ സ്വസ്ഥതയില്ല. ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അതൊന്ന് കഴിക്കാൻ പറ്റാതെ അത് തട്ടിക്കളയുന്ന അവസ്ഥ, കിടന്നുറങ്ങാൻ പറ്റില്ല, വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മരണമല്ലാതെ മുമ്പിൽ വേറെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അതിനു മുമ്പ് 2 പ്രാവശ്യം ആത്മഹത്യയുടെ വക്കോളം എത്തി. എന്നാൽ ആരോ ഉള്ളിൽ പറയുന്ന പോലെ അല്പം കൂടെ ക്ഷമിക്കുക എന്ന് പറയുന്നത് പോലെ എന്നിട്ട് 3-ാമത്തെ പ്രാവശ്യമാണ് ഈ ദിവസം ഉറച്ചൊരു തീരുമാനമെടുത്ത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇന്ന് രാത്രി ലോകത്തോട് വിട പറയുകയാണ്. എൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ടാ ഉമ്മ ബൈബിൾ കൊണ്ടുവന്ന് തന്നത്. മലയാളം വായിക്കാൻ അറിയാത്ത, ഖുർആൻ മാത്രം പഠിച്ച എൻ്റെ ഉമ്മ ഒരു കൂട്ടായ്മയിൽ കടന്നുപോയി, സഹോദരിമാരുടെ കൂട്ടായ്മയിൽ കടന്നുപോയി. അവിടുത്തെ അനുഭവ സാക്ഷ്യങ്ങൾ, അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ വിശ്വാസ വാക്കുകൾ, ഇതൊക്കെ എൻ്റെ ഉമ്മാക്ക് വിശ്വാസം വർദ്ധിപ്പാനിടയായി. ആ വിശ്വാസമാണ് എന്നിലേക്ക് പകർന്നു തന്നത്. ആ ബൈബിൾ വരുവാനുണ്ടായ കാരണവും എന്നിലൂടെ തന്നെയാണ്. ഞാൻ പഠിച്ച സ്കൂളില് ഒരു ചെറിയ ഒരു സ്കിറ്റ് 1988 TV-യിൽ വരണം, ക്രിസ്മസിനോടനുബന്ധിച്ച്. ഞാൻ അതിനു മുമ്പ് ഒരു 86 നല്ല നടിക്കുള്ള ഒരു അവാർഡ് വാങ്ങിച്ച ഒരു ട്രോഫി ഞാൻ സ്കൂളിൽ കൊണ്ടുവച്ചു. ആ പോത്തിഫറിന്റെ ഭാര്യയുടെ വേഷം അഭിനയിക്കാൻ ഒരു നടിയെ കിട്ടാതെ വന്നപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ്, അവർ സ്കൂളിലെ ടീച്ചേഴ്സ് സിസ്റ്റേഴ്സ് ഈ ട്രോഫി കണ്ടപ്പോൾ എന്നെ വിളിക്കുവാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ എല്ലാ ദിവസവും പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ അനുജത്തെ വിട്ടുകൊടുത്തു. അങ്ങനെ അവൾ റിഹേഴ്സലിനായിട്ട് പഠിക്കാൻ എഴുതിയ ആ ഒരു സ്കിറ്റിന്റെ പേപ്പർ ഇവൾക്ക് കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിന് വിളിക്കാൻ വരാം, ഇത് പഠിക്കാൻ പറഞ്ഞു വിട്ടതാ. അവൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ക്രിസ്ത്യൻ കുട്ടി, ഇവളുടെ കൂട്ടുകാരിയാ, അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. എന്നിട്ട് എൻ്റെ അനുജത്തിയോട്, അമ്പി എന്ന് പറയുന്ന സഹോദരി പറഞ്ഞു, ശോഭി, ഇത് ഞങ്ങളുടെ ബൈബിൾ ഉള്ളതാണല്ലോ. അവൾ പറഞ്ഞു, ഇല്ല, എൻ്റെ ചേച്ചി പഠിച്ച സ്കൂളിലെയാന്ന് പറഞ്ഞു. ഇവർ രണ്ടും കൂടെ ഭയങ്കര തർക്കമായി. ഒടുവിൽ എൻ്റെ അനുജത്തി പറഞ്ഞു, നീ പോയി ബൈബിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ബൈബിൾ കടന്നു വരുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം. ഒരുവനെ തേടി വരണമെന്ന് കർത്താവ് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് കടന്നു വരേണ്ട വഴികളിൽ ഒന്നാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന വഴി. അങ്ങനെ അവൾ ബൈബിളുമായിട്ട് കടന്നു വന്നിട്ട് ആ ഭാഗം കാണിച്ചു കൊടുത്തു. അത് വായിച്ചു കേട്ടപ്പോൾ എൻ്റെ അനുജത്തിക്ക് ഭയങ്കര വിശ്വാസമായി. എന്നിട്ട് അവള് പറഞ്ഞു, വിശ്വാസമായി, കാരണം ആ കഥകളെല്ലാം ബൈബിളിൽ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. ആ കഥ വായിച്ചപ്പോൾ ആ സ്ക്രിപ്റ്റിന് കുറച്ചും കൂടി അവൾക്ക് അതിന്റെ കഥ മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു, 2 ദിവസത്തേക്ക് ബൈബിൾ ഇവിടെ ഇരിക്കട്ടെ, പിന്നെ തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവള് പോയി. ഈ ബൈബിൾ 3 മാസത്തോളം അവിടെ ഉണ്ടായി. 3 മാസമല്ല, അതിനും കുറച്ചുകൂടെ ഉണ്ടായി. ഈ 3-ാം മാസമായപ്പോൾ, ഡിസംബറിൽ വന്ന ബൈബിൾ മാർച്ച് മാസം 8-ാം തീയതി ആയപ്പോഴാ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് എൻ്റെ അനുജത്തി കണ്ടിന്യൂസ് ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കുമ്പോൾ ഒരു വചനം കണ്ടു, വിഗ്രഹാരാധന യഹോവ വെറുക്കുന്നു. എൻ്റെ ഉമ്മാക്ക് മലയാളം വായിക്കാൻ അറിയാത്ത എൻ്റെ ഉമ്മായെ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. ഉമ്മ, വിഗ്രഹാരാധന യഹോവ വെറുക്കുന്നു എന്ന് ബൈബിളിലും എഴുതി വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ മതപ്രകാരം വിഗ്രഹാരാധന പാടില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ മദ്യപാനം, എൻ്റെ സഹോദരന്റെയും പിതാവിന്റെ മദ്യപാനവും ചീട്ടുകളിയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ കാരണം ചുറ്റുപാടുള്ള ഹിന്ദുക്കളും ഒക്കെ പറയുന്ന അനുസരിച്ച് നേർച്ച കാഴ്ചകളായി എൻ്റെ ഉമ്മ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വചനം വായിച്ചു കേട്ടപ്പോൾ എൻ്റെ ഉമ്മ തീരുമാനമെടുത്തു, ഇനി ഞാൻ വിഗ്രഹാരാധനയ്ക്ക് പോകത്തില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയായി. വീണ്ടും എൻ്റെ അനുജത്തി വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവന്റെ വേദനകൾ വർദ്ധിക്കുമെന്ന വചനം കണ്ടു. അതും പറഞ്ഞു കൊടുത്തു. അവിടെയും എൻ്റെ ഉമ്മ തീരുമാനമെടുത്തു. കേൾക്കുന്ന വചനത്തിനനുസരിച്ച് കീഴ്പ്പെട്ടു കൊടുത്തപ്പോൾ ദൈവം പ്രസാദിക്കാൻ തുടങ്ങി. എൻ്റെ ഉമ്മയുടെ ഉള്ളിൽ വിശ്വാസം വന്നു. അനുജത്തി എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നത് കേട്ടുകൊണ്ടേയിരിക്കും. കേൾക്കുന്ന അനുസരിച്ച് എൻ്റെ ഉമ്മയുടെ ഹൃദയത്തിൽ ആശ്വാസം വന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ അനുജത്തി എന്തോ ബിസി ആയി പോയി. ഉമ്മ പറയാ, സന്ധ്യാസമയമായപ്പോൾ ഉമ്മ പറയാണ്, മോളെ, ആ ബൈബിൾ ഒന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാമോ? അത് വായിച്ചു കേൾക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസം, എന്തെന്നില്ലാത്തൊരു സുഖം അനുഭവിക്കുന്നു എന്ന് പറയുവാനിടയായി. അങ്ങനെ എൻ്റെ അനുജത്തി 1.5 മാസം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ച് തീർന്നു. ഹാലല. മാത്രമല്ല, ഇതിനിടയ്ക്ക് അവൾ സ്വർഗീയ ദർശനങ്ങളും സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി. മനസ്സിന് വലിയ ആശ്വാസം, സന്തോഷമൊക്കെ ഉണ്ടാകാൻ തുടങ്ങി.
അങ്ങനെ ഈ 2 ആഴ്ചയായപ്പോൾ ബൈബിൾ വായിക്കുന്നതിനിടയ്ക്ക് 2 ആഴ്ച സമയത്തോളം ആയപ്പോൾ എൻ്റെ ഉമ്മായിലുള്ള ഭൂതം ഇളകാൻ തുടങ്ങി. കാരണം വില കൊടുത്തു വാങ്ങിച്ചതും വന്നു കയറിയതും വിളിച്ചു വിട്ടതുമായ ഒരു കൂട്ടം പിശാചുക്കൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ വചനം വായിക്കുന്ന നേരത്ത് ആമേൻ പിശാചിനിരിക്കാൻ കഴിയാതെ അത് തീയായി വെളിപ്പെട്ടു വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ തീയായി വെളിപ്പെട്ടു വന്നു. എൻ്റെ ഉമ്മ തുള്ളിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെ, അയ്യോ ഇത് തീയാണേ, ഇത് തീയാണേ, ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് അലറി കൂകി വിളിച്ചുകൊണ്ട് ആ ബൈബിളിലേക്ക് കമിഴ്ന്നു വീഴുവാനിടയായി. ആമേ സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു വെന്തിക്കോസിൽ പോകുന്ന ഒരു ചേച്ചിയുണ്ട്, ലളിത. അവൾ ഓടി വന്നിട്ട് ശോഭിയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ കൈകോർത്ത് പിടിച്ച് യേശുവിന്റെ രക്തം പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുമെന്ന ആ തിരുവചന സത്യം ഞങ്ങളുടെ കുടിലില് ഇറങ്ങി വന്ന് ദൈവം വെളിപ്പെടുത്തി. അന്ന് ഞങ്ങൾ ഓല കൊണ്ട് ഷെഡുണ്ടാക്കിയ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന അന്ന് ആമേ സ്തോത്രം, ആ ഷെഡിൽ ഇറങ്ങി വന്ന വലിയവനായ കർത്താവ് ഞങ്ങളെ തേടി വന്നത്. ആമേ സ്തോത്രം. അങ്ങനെ എൻ്റെ ഉമ്മായും അനുജത്തിയും പ്രാർത്ഥനകൾക്കൊക്കെ പോകാൻ തുടങ്ങി, കൂട്ടായ്മയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വിശ്വാസം വർദ്ധിപ്പാനിടയായി. ആമേ സ്തോത്രം. എൻ്റെ മുഖം വാടിയിരിക്കുമ്പോൾ ബൈബിൾ കൊണ്ടുവച്ച് തന്നിട്ട് പറഞ്ഞതാ, നടുവേദന മാറും, ബൈബിൾ വായിക്കും. പക്ഷേ എൻ്റെ ഹൃദയത്തിന്റെ വേദന കാണുവാൻ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും കഴിഞ്ഞില്ല. അവരോട് ആരും ഞാൻ അവരോടൊന്നും പറയാറില്ല. കാരണം അവരെല്ലാം എന്നെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് തന്നെ അവരെ ദുഃഖം കേൾക്കാനാണ് എനിക്ക് സമയമുള്ളത്. എൻ്റെ ദുഃഖം കേൾക്കാൻ ആരുമില്ല. അപ്പോൾ ഹല്ലേലൂയ, ഞാൻ ഏതായാലും ആത്മഹത്യ ചെയ്യാൻ പോവുക, ലോകത്തോട് വിട പറയാൻ പോവുക. ഞങ്ങൾ മദ്രസയെ പഠിച്ച ഓർമ്മയുണ്ട്, എല്ലാ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണമെന്ന്. യേശു ക്രിസ്തു പ്രവാചകനായിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച ബൈബിൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. സ്കൂളിൽ കുട്ടികൾ പറയുന്ന കേട്ട യേശുപ്പ എന്ന് ഞാനും പഠിച്ചത്. ഞാൻ പറയും, യേശുപ്പ ഞാൻ എന്ത് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് വായിച്ചു വന്നപ്പോൾ പച്ച മലയാളം. കാരണം ഞാൻ വിചാരിച്ചു ഖുർആൻ പോലെ അർത്ഥം വേറെ പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ മലയാളം വായിച്ചു വന്നപ്പോൾ 4-ാം വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. ഹല്ലേലൂയ. ആ ഒരൊറ്റ വചനം വായിച്ചപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു തണുപ്പ്, ഒരാശ്വാസം എനിക്ക് അനുഭവപ്പെടുവാനിടയായി. ആർത്തിയോടെ താഴോട്ട് വായിച്ചു. 6-ാം വാക്യം പറയുന്നു, ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചത്, ഞാൻ ബൈബിൾ കിട്ടുന്നതിന് 1 മിനിറ്റ് മുമ്പ് പറഞ്ഞു, ദൈവമേ നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? നീ എന്തിനാ എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? കുട്ടിക്കാലം മുതൽ കണ്ണുനീര് മാത്രമല്ലേ നീ എനിക്ക് തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞത് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആ വാക്യത്തിലൂടെ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. ഈ ഒരു വചനം 66 പുസ്തകം പലയാവർത്തി വായിച്ചിട്ടും അവിടെ വേറെ എവിടെയും ഞാൻ കണ്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, എനിക്ക് വേണ്ടി എഴുതി വെച്ച വചനമാണെന്ന്. ആമേൻ സ്തോത്രം. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലായി. ആ അധ്യായം മൊത്തവും ഞാൻ വായിച്ചു. അതിലെ ഓരോ വചനങ്ങളും എന്നെ ബലപ്പെടുത്തുന്നതായിരുന്നു, എന്നെ ആശ്വസിപ്പിക്കുന്നതായിരുന്നു. ആമേ സ്തോത്രം. അന്ന് രാത്രി ഞാൻ പോയി കിടന്നു. ഞാൻ നിർത്താൻ പോകുകയാണ്. ഒരുപാട് സാക്ഷ്യം പറയാനുണ്ടെങ്കിലും ആമേ സ്തോത്രം, യൂട്യൂബിലൊക്കെ എന്റെ സാക്ഷ്യം കിടപ്പുണ്ട്. ദൈവമക്കൾക്ക് അത് ബാക്കി കേൾക്കാം. ഈ ബാക്കി ഒരല്പം കൂടി പറഞ്ഞ് 1 മിനിറ്റും കൂടെ പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാനും ദൈവവചനം കേൾക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ആമേ സ്തോത്രം. ഞാൻ അന്ന് രാത്രി ചെന്ന് കിടന്നു. ആമേൻ. എല്ലാവരും ഉറങ്ങാനായി കാത്തിരുന്നു. കാരണം ഞാൻ കിടന്ന ഉറങ്ങാറില്ല. നേരം വെളുക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് മയങ്ങിപ്പോകാറ് പതിവ്. പക്ഷേ അന്ന് ചെന്ന് കിടന്നത് മാത്രം എനിക്കറിയാം. ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ അവരുടെ വീട്ടുകാരുടെ ഒച്ചയും ബഹളം കേട്ടാ ഞാൻ ഉണർന്നത്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അന്ന് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ കർത്താവിന്റെ സാക്ഷ്യം പറയാൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. നേരം വെളുത്തപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാ. മരണം വരെ എല്ലാവരും വന്ന് കൂടുന്നത് വരെ എൻ്റെ മൈൻഡിൽ വന്നതാ. പക്ഷെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ മരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, മരിച്ചില്ലേ? എന്ത് പറ്റി? നോക്കുമ്പോൾ മേശപ്പുറത്ത് ബൈബിൾ ഇരിക്കുന്നു.
ഓർക്കുന്നു. വീണ്ടും ഞാൻ ആ ബൈബിൾ കയ്യിലെടുത്തു. ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഭാഗം വീണ്ടും ഞാൻ വായിച്ചു. അപ്പോഴാണ് ശരിക്കും എനിക്ക് ബോധ്യപ്പെട്ടത്, ഈ ഗ്രന്ഥം, ഈ പുസ്തകം വെറും പുസ്തകമല്ല കേട്ടോ. ഈ പുസ്തകത്തിന് ജീവനുണ്ട്. ഇതിലെ ഓരോ വചനങ്ങൾക്കും ജീവനുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഈ വചനങ്ങൾ, ആമേൻ, ഈ കർത്താവിനെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് അടങ്ങിയ ഈ ദൈവവചനം ആര് വായിക്കുന്നുവോ, എവിടെ വായിക്കുന്നുവോ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന് എന്റെ ജീവിതത്തിൽ ദൈവം തെളിയിച്ചു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവവചനം കൂടാതെ ഒരു ക്രിസ്തീയ ജീവിതം വിജയകരമായി മാറ്റുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. പ്രാർത്ഥന പോലും വചനമില്ലാത്ത പ്രാർത്ഥന അത് പ്രാർത്ഥനയല്ല. ദൈവവചനം ദിവസവും ധ്യാനിക്കുകയും ദൈവ ശബ്ദം കേൾക്കുകയും ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കുള്ള വലിയ പ്രവൃത്തി, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കുടുംബത്തിലെ എന്റെ ഉമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. എന്റെ അനുജത്തി സ്നാനപ്പെട്ടു. എന്റെ അനുജത്തിയുടെ മൂത്ത മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ പിന്നീട് വന്നപ്പോ അവള് സ്നാനപ്പെട്ടു. എന്റെ ബ്രദറിന്റെ മോൻ സ്നാനപ്പെട്ടു. എന്റെ കുഞ്ഞമ്മയുടെ മകൻ ഇവിടെ സ്നാനപ്പെട്ടു. പലരും സ്തോത്രം. കൂടാതെ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ വിചാരിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന. പക്ഷെ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, ഒരുപാട് പേര് അവിടെയായി യേശുവിനെ കർത്താവ് ഏറ്റു പറയുവാൻ അവരെ അധരത്തെ കർത്താവ് തുറന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനെ, സ്തോത്ര, കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിനെ വിശ്വസിപ്പാനും ആ പുണ്യാഹ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുവാനും എനിക്ക് അവന്റെ മകളായി തീരുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിത്യജീവന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അനേകരെ ഒരുക്കുവാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് അവസരം നൽകിയ ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ, സ്തോത്രം. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ, വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നല്ലോ. ദൈവം തന്നെ സഹായിക്കട്ടെ. കുവൈറ്റിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത പ്രിയ സഹോദരിയെ ദൈവം സഹായിക്കട്ടെ. വീണ്ടും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തന്റെ സാക്ഷ്യം അനേകർക്ക് ഒരാശ്വാസമായി വിടുതലായി തീരേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും പ്രൈസ് ദി ലോർഡ് ഒരു പാട്ടൂടെ കേൾക്കാം. പ്രിയ സിസ്റ്റർ ഷേർലി ലൂയിസ് ഇപ്പോൾ നമുക്ക് ഒരു പാട്ട്, ഒരു ആരാധനാ ഗീതം പാടുന്നതായിരിക്കും. പ്രിയ സിസ്റ്റർ ഷേർലി ലൂയിസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പഠിക്കാം. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീ ഒന്നു മാത്രമേ. നിന്നെ സ്നേഹിക്കും നിന്റെ ദാസന് നന്മയല്ലാതൊന്നുമേ നീ ചെയ്തിടുമോ. എന്നെ പേർ ചൊല്ലി വിളിച്ചിടുവാൻ കൃപ തോന്നി എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീ ഒന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീ ഒന്നു മാത്രമേ. ദോഷം മാത്രമേ
ഈ ലോകം തരും ദോഷമായിട്ടൊന്നും പ്രിയൻ ചെയ്യില്ല. എൻ്റെ യേശുവേ എൻ്റെ പ്രാണനെ നന്മ ചെയ്യുവാനെനിക്കും നീ കൃപ നൽകണേ. നീ മാത്രമേ നീ മാത്രമേ നീ മാത്രമേ എൻ ആത്മസഖി. എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രിയ കുടുംബത്തിന് പ്രത്യേക നന്ദി. വളരെ സന്തോഷം. എനിക്കറിയാം ഓരോ ഡിവൈസുകളും നമ്മുടെ ഇതിലെ ക്ലാസ്സുകളിലൊക്കെ 150 ഡിവൈസുകളൊക്കെയാണ് ജോയിൻ ചെയ്യുന്നെങ്കിലും പല ഡിവൈസിൽ ഒന്നിലധികം ആൾക്കാർ കുടുംബമായിട്ടൊക്കെ ഇതിൽ ജോയിൻ ചെയ്യുന്നു. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും, ദൈവവചനം പഠിക്കാനായി കാണിക്കുന്ന ഉത്സാഹത്തിന് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹം തരട്ടെ. പ്രിയ കുടുംബത്തിന് പ്രത്യേക നന്ദി. തുടർന്ന് നമ്മുടെ പ്രിയ ബ്രദർ ജോൺസൺ, താന് ഗുജറാത്തിൽ ആയിരിക്കുന്നു, ഗാന്ധിനഗറിൽ താന് ആയിരിക്കുന്നു. തൻ്റെ മാതാവിൻ്റെ വേർപാടോടുള്ള ബന്ധത്തിൽ നമ്മളെ വിളിച്ചറിയിക്കുകയും സ്തോത്രം, താന് നാട്ടിൽ കടന്നുപോയി ആ ശുശ്രൂഷകളൊക്കെ നടത്തി തിരികെ വന്നു. നമ്മുടെ ക്ലാസ്സിൽ വളരെ ആത്മാർത്ഥതയോടെ എല്ലാ ദിവസവും ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രിയ സഹോദരനാണ് പ്രിയ ജോൺസൺ ബ്രദർ. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിൻ്റെ ആ മരണസമയത്ത് നമ്മുടെ ബൈബിൾ കോളേജിനെ അഭിമുഖീകരിച്ച് പ്രിയ ബിൻസിയോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ താൻ കടന്നുപോയി ആ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു, എനിക്കൊരു 2 മിനിറ്റ് വേണമെന്ന്. ഇപ്പോൾ തുടർന്ന് പ്രിയ ബ്രദർ ജോൺസൺ ഗാന്ധി നഗറിൽ നിന്ന് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ ചില വാക്കുകൾ പറയും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ അകപ്പ ഓൺലൈൻ ബൈബിൾ കോളേജിൽ കയറിയത് ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. ഓഗസ്റ്റ് 13-ാം തീയതി ഞങ്ങളുടെ സന്തോഷ് സാർ അഥവാ മാത്യു പി തോമസ്, നമ്മളെ തിയോളജി പഠിപ്പിക്കുന്ന സന്തോഷ് സാറാണ് എന്നെ ഇതിലേക്ക് പരിചയപ്പെടുത്തി. അന്ന് മുതൽ ഞാൻ 1-2 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സിൽ കയറി ദൈവവചനം വളരെ പഠിക്കുവാൻ, വളരെ ആഴമായി എനിക്ക് അതൊക്കെ മനസ്സിലാക്കി തരുവാൻ എല്ലാ സാർമാർക്കും സഹായിച്ചതിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന. വിശേഷ ഷാജി കെ ഡാനിയൽ സാറും ലാലു ജേക്കബ് സാറും അതിന് മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ ആ ചാപ്പൽ സർവീസിൽ ഞാൻ കയറി 2 വാക്ക് പറയാൻ എനിക്ക് സമയം കിട്ടി. ആ സമയത്ത് അന്ന് രാത്രിയിൽ സിസ്റ്റർ LC സാബു മദ്രാസിൽ നിന്ന് എന്നെ ഫോൺ ചെയ്ത് അന്വേഷിച്ചു. എന്നുവെച്ചാൽ എൻ്റെ അയൽവാസിയാണ്. ഞാൻ ഏകദേശം 42 വർഷമായി, എൻ്റെ ജ്യേഷ്ഠന് 45 വർഷമായി, എൻ്റെ അനിയൻ 40 വർഷത്തോളം ആവുന്നു. അങ്ങനെ ഞങ്ങൾ 3 കുടുംബവും ഈ ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ IPCയോടുള്ള ബന്ധത്തിലായിരുന്നു. അങ്ങനെ ആ സിസ്റ്റർ LC സാബു ഉടൻ തന്നെ അന്ന് രാത്രിയിൽ ഈ ചാപ്പൽ സർവീസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫോൺ ചെയ്യുകയും എവിടെയാണ് എന്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചുരുക്കമായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭവനത്തെ എല്ലാം നന്നായി അറിയുന്ന സിസ്റ്റർ LC സാബുവിന്റെ സഹോദരൻ പാസ്റ്റർ സജി PC, ആ സഹോദരൻ എൻ്റെ കൂടെ പഠിച്ച ഞങ്ങളൊരു ക്ലാസ്മേറ്റ് ആണ്. പ്രിയ സഹോദരൻ പാസ്റ്റർ സജി ഒരു എഴുത്തുകാരനും കൂടിയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം, സജി PC എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം എൻ്റെ മാതാവിന്റെ പാസ്റ്റർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അതിനെ കൂടുതൽ പറഞ്ഞ് സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേർപാടിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ 3 കുടുംബവും ഇവിടുന്ന് സെപ്റ്റംബർ 30-ാം തീയതി കടന്നുപോയി. 1-ാം തീയതി തന്നെ ഞങ്ങളുടെ പ്രിയ മാതാവിന്റെ സംസാര ശുശ്രൂഷ ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തുവാൻ സാധിച്ചു. അതിനുള്ള ബന്ധത്തിൽ ഞാൻ അറിയിക്കുകയും ലാലു ജേക്കബ് സാറിനെ അറിയിക്കുകയും ഉടൻ തന്നെ അത് എന്നെ വിവരങ്ങളൊക്കെ അറിയിക്കുകയും എല്ലാ കാര്യങ്ങളിലും അതിന് പ്രതിനിധീകരിച്ച് ബിൻസിയെ അവിടുന്ന് വിട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അന്ന് ബിൻസിയെ കാണുന്നത്. ബിൻസൺ അതും ഞങ്ങളുടെ ഒരു അയൽവാസിയായിരുന്നു. ഇവിടെ ഞാൻ തിരിച്ച് ഗുജറാത്തിൽ വന്നപ്പോഴാണ് എനിക്ക് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്തിട്ട്
സിസ്റ്റർ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കാനുള്ള സൗകര്യം എനിക്ക് കിട്ടി. അതും എൻ്റെ ഒരു അയൽവാസിയാണ്. അങ്ങനെ രണ്ടുപേരെ ഞാൻ എൻ്റെ തൊട്ട അയൽവാസികളെ പരിചയപ്പെടുവാനൊക്കെ ദൈവം സഹായിച്ച്, വിശേഷ ഈ 2 മാസത്തിനുള്ളിൽ എനിക്ക് അഗാധമായ ഒരു ബന്ധമാണ് ഈ അഗാപ്പ ഓൺലൈൻ കൂടെ എനിക്ക് ലഭിച്ചത്. വാചനം പഠിക്കാനൊക്കെ എന്നെ ദൈവം സഹായിച്ചു. അതുപോലെ സിസ്റ്റർ അലുജൻ ജേക്കബ് അഗപ്പയുടെ പ്രതിനിധിയായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ചർച്ചിലേക്ക് കടന്നു വരുന്ന പ്രിയ ബിൻസി ഓർത്ത് വിശേഷം ഞാൻ നന്ദി പറയുന്നു. അതോടുകൂടെ അതിനുള്ള ബന്ധത്തിൽ ഷാജിക്ക ഡാനിയൽ പാസ്റ്ററും ജേക്കബ് സാറും എല്ലാം വളരെ അതിന് ഉത്തരം ചെയ്ത് ആണല്ലോ പറഞ്ഞു വിട്ടത്. പ്രിയ മകള് കടന്നു വന്ന് അകപ്പായിട്ടുള്ള ബന്ധത്തിൽ അനുശോചനം അറിയിക്കുകയും അതുപോലെ റീത്ത് സമർപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനെ പ്രത്യേകം ഞാൻ ബിൻസിയെയും കുടുംബത്തെയും വളരെ നന്ദിയോടെ ഓർക്കുന്നു. നമുക്കൊരു ദൈവവചനം വായിക്കാം. അത് സിസ്റ്റർ ബിൻസി ബിൽസൺ അത് വായിക്കുന്നതായിരിക്കും. 2 രാജാക്കന്മാർ 4:2. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു ദൈവവചനമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ എല്ലാവരും സൺഡേ സ്കൂൾ മുതൽ ഇത് പഠിച്ചു വരുന്നത് ഒരു വചനമാണ്. നമ്മളെല്ലാവരും വളരെ സുപരിചിതമായിട്ട് നമുക്കറിയാം. അതെ, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ ആണ് എലീശ അവളോട് ഈ വാക്യം പറയുന്നത്. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽപക്കക്കാരോടും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെയും നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും എണ്ണ പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടുചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ച് അവളുടെ അടുക്കൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മക്കളോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവർ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ നല്ലൊരു സന്ധ്യാസമയം കർത്താവ് നമുക്ക് ദാനം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യാം. യേശുവിനായി ജീവിക്കാനായി ഈ പകലിലും കർത്താവ് നമുക്ക് കൃപ നൽകി നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളായി വിവിധ പല ടൈം സോണുകളായി കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും, ദൈവദാസന്മാരോട്, നമ്മുടെ സഹോദരന്മാരോട്, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരോടും വളരെ നന്ദിയുള്ളവനായിരിക്കുന്നു. വളരെ പരിചിതമായ ദൈവവചനമാണല്ലോ നാം ഇവിടെ വായിച്ചത്. പ്രവാചക ശിഷ്യന്റെ ഭാര്യ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചിച്ചന്റെ ഭാര്യ ഒരു ദൈവശബ്ദം ഒരു ദൈവശബ്ദം ഞാൻ പറയുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. ഇതിലൂടെ പല പദ്ധതികളും നമ്മളിലൂടെ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. ഈ ദൈവശബ്ദം ഏറ്റെടുക്കുക. ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോകുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. താങ്ക് യു ബ്രദർ ജോൺസൺ. ദൈവം സഹായിക്കട്ടെ, ദൈവം തന്നെ ആശ്വസിപ്പിക്കട്ടെ, എൻ്റെ കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക നല്ല വാക്കുകൾക്ക് നന്ദി. ദൈവം സഹായിക്കട്ടെ. നമ്മോടൊപ്പം പ്രിയ ദൈവദാസൻ പാസ്റ്റർ ഷാജിക്ക ഡാനിയേൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ നമ്മളോട് ഗ്രീറ്റ് ചെയ്യും. ദൈവം സഹായിക്കട്ടെ. തനിക്ക് സ്തോത്രം. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വേണ്ട സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസരെ ഓർത്ത് ദൈവം സഹായിക്കട്ടെ. തന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ചില വാക്കുകൾ പറയും. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മുടെ ഈ ചാപ്പൽ സർവീസിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പല രീതികളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവദാസൻ പാസ്റ്റർ ലാലുവിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പതിനും സംസാരിപ്പാൻ കടന്നു വന്ന പാസ്റ്റർ VM തോമസ്, വളരെ അനുഗ്രഹീതമായ പാട്ടുകൾ പാടി നമ്മളെ സഹായിച്ച ബ്രദർ കിരൺ രവി,
സിസ്റ്റർ ഭാഗ്യലക്ഷ്മി, ഷെർലി ലൂയിസ്, ഇവർക്കൊക്കെയായി കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹീതമായ പവർഫുള്ളായ ഒരു സാക്ഷ്യം സിസ്റ്റർ സയൂദ സുരേഷിൽ നിന്ന് നമ്മൾ കേൾക്കുവാനിടയായി. ദൈവത്തിന്റെ ശബ്ദം, കർത്താവിന്റെ വാക്കുകൾ ഒരു വ്യക്തിയെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന രൂപാന്തരത്തിന്റെ ശക്തി ഉള്ള ഒരു സാക്ഷ്യം കേൾപ്പാൻ കർത്താവ് ഇടയാക്കി. ജോൺസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവ് തരുന്നത് ഓർത്ത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ഈ കോളേജിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹീതമായ രീതിയിൽ കർത്താവ് നടത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ ഉത്സാഹത്തിന് നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഇന്ന് പലരും സംസാരിച്ചപ്പോൾ ദ വോയിസ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് പറയുവാനിടയായി. നമ്മൾ ഈ ലോകത്തില് പലവിധമായ ശബ്ദങ്ങൾ കേൾക്കുന്നവരാണ്. ചില ശബ്ദങ്ങൾ, ചില വാക്കുകൾ നമ്മളെ ഡിസ്കറേജ് ചെയ്യും, ചില വാക്കുകൾ നമ്മളെ തളർത്തും. പക്ഷെങ്കിൽ അതിന്റെ നടുവിൽ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദമുണ്ട്, ദ വോയിസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വിടുതലിന്റെ സന്ദേശം നമ്മളെപ്പോഴും ബലപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തില് ദൈവമക്കൾ കേൾക്കുവാൻ ശ്രമിക്കേണ്ട ഒരു ശബ്ദം യഹോവയുടെ ശബ്ദമാണ്. യഹോവയുടെ ശബ്ദത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. സങ്കീർത്തനം 29, ആ സങ്കീർത്തനം 7 തണ്ടേഴ്സിന്റെ, ഇടിയുടെ ശബ്ദം എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് യഹോവയുടെ ശബ്ദം ചെയ്യുന്ന അനേക കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. യഹോവയുടെ ശബ്ദത്തിന് വരുത്താൻ കഴിയുന്ന മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ദൈവശബ്ദം കേൾക്കും. നിങ്ങൾ വചനം പഠിക്കുമ്പോൾ, നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ, നമ്മൾ പ്രസംഗം കേൾക്കുമ്പോൾ യഹോവയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ആ ശബ്ദം നമ്മളെ വിടുവിക്കുകയും നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. ഞാൻ 29-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്നിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ഈ സങ്കീർത്തനം തുടങ്ങുന്നത് നമ്മളെ ആരാധനയ്ക്കുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. നമ്മൾ കർത്താവിന് വേണ്ടി ആരാധിക്കണം, യഹോവയ്ക്ക് നമ്മൾ മഹത്വം കൊടുക്കണം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി. എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പി. അവന്റെ നാമത്തിന് തക്കവണ്ണം അവൻ നമ്മൾ മഹത്വം കൊടുക്കണം. രണ്ടാമതായി ഇവിടെ കാണുന്നത് യഹോവയുടെ ശബ്ദം ചെയ്യുന്ന അത്ഭുതങ്ങൾ. യഹോവയുടെ ശബ്ദത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. യഹോവയുടെ വാക്കുകൾക്ക് വിടുതൽ കഴിയുവാൻ കഴിയും. അടുത്തതായി യഹോവയുടെ മഹത്വം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ തന്റെ ജനത്തിന് യഹോവ നൽകുന്ന നന്മകൾ, അങ്ങനെ അനേക കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ സങ്കീർത്തനം എന്ന് നമുക്ക് വേണേൽ പറയാം. അതായത് ആദ്യമായി നമ്മൾ കർത്താവിനെ വിശുദ്ധ അലങ്കാരം ധരിച്ച് കർത്താവിനെ സ്തുതിക്കണം. നമ്മൾ വിശുദ്ധിയോടെ ദൈവസന്നിധാനത്തിൽ വരണം. ഫസ്റ്റ് ക്രോണിക്കൽ 16:29 വായിക്കുന്നു, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് ഒത്തവണ്ണം മഹത്വം കൊടുക്കണം. നമുക്കറിയാം, ഒരു രാജാവിന് കിട്ടുന്ന മഹത്വമല്ല രാജഭൃത്തിന് കിട്ടുന്നത്. ഒരു പ്രസിഡന്റിന് കിട്ടുന്ന മഹത്വമല്ല പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കിട്ടുന്നത്. അപ്പോൾ രാജാതിരാജാവായ കർത്താവിന് നമ്മൾ മഹത്വം കൊടുക്കുകയും അവനെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുകയും ദൈവത്തിന്റെ നീതിയും ബുദ്ധിയും അതെന്തെന്ന് മനസ്സിലാക്കി അവന് തക്ക മഹത്വം കൊടുക്കുവാൻ ദൈവജനം ഏൽപ്പിച്ചു കൊടുക്കണം. അതായത് അടുത്തതായി പറയുന്നത് ദ വോയിസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ശബ്ദം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. യഹോവയുടെ ശബ്ദം അവന്റെ ജനത്തെ വഴി നടത്തുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ശബ്ദം, യഹോവയുടെ ശബ്ദം നിങ്ങളെ പേർ ചൊല്ലി വിളിച്ച് നിങ്ങളെ വഴി നടത്തുന്ന ശബ്ദമാകിയാൽ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി ഈ ശബ്ദത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്തതായി പറയുന്നത് ദ വോയിസ് ഓഫ് ദ ലോർഡ് ക്രിയേറ്റ് ഓർഡർ. അതായത് ദൈവത്തിന്റെ ശബ്ദം ഓർഡർ ഇല്ലാത്തടത്ത് ഓർഡർ കൊണ്ട്, ട്രബിൾഡ് വാട്ടേഴ്സ്, അതായത് യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, യഹോവയുടെ വെള്ളം പെരുവെള്ളത്തിന് മീതെ, യഹോവ മഹത്വമുള്ളവൻ തന്നെ. അതായത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ട്രബിളുകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവശബ്ദം നമ്മളെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരും. നമുക്ക് ഇന്ന് രാത്രികാലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഡിസോർഡർ ആയിട്ടുള്ള അനുഭവങ്ങൾ കാണും. അതായത് കൂട്ടിമുട്ടിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ കാണും, വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാണും. കർത്താവിനോട് പറയാം, കർത്താവേ, നിന്റെ ശബ്ദം കേൾപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ വരേണ്ട എല്ലാ ഓർഡറിനെയും നീ കൊണ്ടുവരണം. നമുക്കറിയാം, ദൈവം തന്റെ വാക്കിനാലാണ് സകലതും ഉണ്ടാക്കിയത്. ദൈവം പറഞ്ഞു, ലെറ്റ് ദേർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങി കേൾക്കുവാൻ,
നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യമായ എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്ത് തരുവാൻ കർത്താവിന്റെ ശബ്ദത്തിന് കഴിയും. കർത്താവിന്റെ ശബ്ദത്തിനെ കുറിച്ച് പറയാൻ ഇറ്റ് ഈസ് പവർഫുൾ ആൻഡ് മജസ്റ്റി, അതായത് ശക്തിയും മഹത്വവുമുള്ള ശബ്ദമാണ്. ഈ ശബ്ദത്തിന് മുൻപിൽ കീഴ്പ്പെടാത്ത ഒന്നുമില്ല. ഈ ശബ്ദത്തിന് മുൻപിൽ അന്ധകാര ശക്തികൾ മാറും. ഈ ശബ്ദത്തിന് മുൻപിൽ രോഗികൾ സൗഖ്യമാകും. ഈ ശബ്ദത്തിന് മുൻപിൽ ദുഷ്ടാത്മാക്കൾ മാറിപ്പോകും, ഓടിപ്പോകും, ഭൂതങ്ങൾ വിട്ടുമാറും. അതാണ് ഇന്ന് കേട്ട സാക്ഷ്യം നമ്മൾ കേട്ടുവല്ലോ. ദൈവത്തിന്റെ ശബ്ദത്തിന് മുൻപിൽ ഒരു ദുഷ്ടശക്തിക്കും നിൽക്കുവാൻ കഴിയത്ത എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവ്, ഈ ശബ്ദം എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം ഒന്ന് മുഴങ്ങണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തില് ഡിസോർഡറായി കിടക്കുന്ന, ട്രബിളായി കിടക്കുന്ന അവസ്ഥകളില് ദൈവത്തിന്റെ ശബ്ദം മുഴക്കി ആ ഡിസോർഡേഴ്സ് എല്ലാം ഓർഡറായി കൊണ്ടുവരുവാൻ കർത്താവെ, നിന്റെ ശബ്ദം ഇന്ന് രാത്രി എന്നെ കേൾപ്പിക്കണമേ എന്ന് പറയാം. അടുത്തതായി കർത്താവിന്റെ ശബ്ദത്തെ കുറിച്ച് പറയുന്നത്, ഇറ്റ് ബ്രേക്സ് എവറി ട്രഡീഷൻ. ദ വോയിസ് ഓഫ് ദ ലോർഡ് വിൽ ഇഗ്നൈറ്റ്. അതായത് ഒന്നിച്ചു കൊണ്ടുവരുന്ന, വേദനിക്കുന്ന ശബ്ദമല്ല, വേർപെട്ടതിനെ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് യഹോവയുടെ ശബ്ദം. അതായത് നമുക്കറിയാം, അവിടെ ലെബാനോനിലെ ദേവദാരുക്കൾ അത് ട്രഡീഷൻസിനെ കാണിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ട്രഡീഷനെയും ബ്രേക്ക്, നമുക്കറിയാം നമ്മളൊക്കെ പല ട്രഡീഷനിലൊക്കെ ജീവിച്ചവരാണ്. അതൊക്കെയും ബ്രേക്ക് ചെയ്ത് ഈ ശബ്ദം കേട്ടപ്പോൾ, ദൈവത്തിന്റെ ചേഞ്ച് ചെയ്യുന്ന, വ്യത്യാസപ്പെടുത്തുന്ന ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ എല്ലാം ദൈവത്തിന്റെ ശബ്ദത്തിന് കീഴിൽ കൊണ്ടുവന്നു. നമ്മുടെ ട്രഡീഷനെ എല്ലാം ബ്രേക്ക് ചെയ്തു. നമ്മളെ ഭിന്നിപ്പിച്ചു നിർത്തുന്ന എല്ലാത്തിനെയും ഈ ശബ്ദം, യഹോവയുടെ ശബ്ദം ഒന്നിപ്പിക്കുന്ന ശബ്ദമായി തീരും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് നമുക്ക് ആരോടെങ്കിലും വിരോധമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ, ഭിന്നിച്ചു നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി കാലം നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, നിന്റെ ശബ്ദത്തിന് മുൻപിൽ യോജിക്കപ്പെടേണ്ടത് യോജിക്കപ്പെടുവാൻ, ഇല്ലാതാകേണ്ടത് ഇല്ലാതാകുവാൻ, മാറ്റപ്പെടേണ്ടത് മാറ്റപ്പെടുവാൻ, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കുവാൻ, കർത്താവേ, നിന്റെ ശബ്ദം ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് പറയാം. ഇന്നത് അനേക കാര്യങ്ങൾ, ലെബാനോനിലെ ദേവദാരുക്കൾ അത് വളരെ ശക്തിയുള്ള മഷങ്ങളാണ്. അതിന്റെ തോലുകൾ ഉരിഞ്ഞു മാറുന്ന അനുഭവം കാണുന്നു. ദ വോയിസ് ഓഫ് ദ ലോർഡ് ഡസ് നോട്ട് ലിക്വിഡേറ്റ് ബട്ട് ലാമിനേറ്റ്. അതായത് നമ്മളെ നമുക്കറിയാം, ഒരു പേപ്പർ നമ്മൾ ഒരുപാട് വർഷങ്ങളിൽ നമ്മൾ യൂസ് ചെയ്താൽ അതങ്ങ് ശിഥിലമായി പോകും, അത് ലിക്വിഡേറ്റ് ആയി പോകും. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം ലാമിനേഷൻ പ്രോസസ്സിലൂടെ നമ്മളെ കടർത്തി നമുക്ക് വേണ്ടുന്ന ബലവും ഉറപ്പും തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശബ്ദത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യഹോവയുടെ ശബ്ദം നമ്മളെ ലാമിനേറ്റ് ചെയ്ത് നമ്മളെ ഒന്നുകൂടി ഉറപ്പുള്ളവരാക്കി കേടുകൂടാതെ സൂക്ഷിക്കുവാൻ, നമ്മളെ ബലത്തോടെ നിർത്തുവാൻ, ശക്തിയോടെ നിർത്തുവാൻ, കർത്താവേ, നിന്റെ ശക്തിയാൽ എന്നെ നീ അഭിഷേകം ചെയ്യണമേ. നിന്റെ വാക്കിനുള്ളിൽ എന്നെ ഒന്ന് പൊതിഞ്ഞു സൂക്ഷിക്കണം. നമുക്കറിയാം, ഈ ലോകത്തിൽ നമുക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ സൂക്ഷിപ്പില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകും. ഇന്ന് രാത്രി നമുക്ക് കർത്താവിനോട് പറയും, നമുക്കറിയാം, ഒരു പേപ്പർ ലാമിനേറ്റ് ചെയ്ത, നമുക്കറിയാം നമ്മുടെ കാർഡുകള്, നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ നമ്മൾ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് എന്തിനാ? വളരെ കാലം നിലനിൽക്കാനാണ്. അതുപോലെ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ കവറിങ് ചെയ്ത് നമ്മളെ ലാമിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവിന്റെ ശബ്ദം നമ്മളെ സഹായിക്കട്ടെ. അടുത്തതായി പറയുന്നത്, വോയിസ് ഓഫ് ദ ലോർഡ് ഈസ് വിത്തൗട്ട് പാർഷ്യാലിറ്റി. അതായത് നമുക്കറിയാം, ദൈവത്തിന്റെ ശബ്ദത്തിന് ഒരു പാർഷ്യാലിറ്റി ഇല്ല. അതെല്ലാവരുടെ മേലും ദൈവം കേൾപ്പിക്കാൻ വിശ്വസ്തനാണ്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലപ്രവൃത്തി 2:3 അവർ ഒരുമനപ്പെട്ട് ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും പതിഞ്ഞു. ഒരു പാർഷ്യാലിറ്റിയും ഇല്ല. ആരെയും വിവേചിക്കാതെ വണ്ണം എല്ലാവരുടെ മേലും ഒരുമനപ്പെട്ടു വന്ന്, താല്പര്യപ്പെട്ടു വന്ന് എല്ലാവർക്കും കൊടുക്കുവാൻ പരിശുദ്ധാത്മ ശക്തി എന്നതുപോലെ നമുക്ക് ദൈവത്തിന്റെ ശബ്ദത്തിന് ഒരു പാർഷ്യാലിറ്റി. അതുകൊണ്ടാണ് മറ്റു മാർഗത്തിലുള്ള ദൈവത്തെ, യേശുവിനെ അറിയാത്ത അനേകരെ അവന്റെ ശബ്ദം കേൾപ്പിച്ച് ദൈവമക്കളാകി അവകാശികളാക്കി തീർത്ത ദൈവത്തിന്റെ ശബ്ദത്തിനായി നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. അവസാനമായി, ദൈവത്തിന്റെ ശബ്ദം ജീവിതത്തെ ദ വോയിസ് ഓഫ് ദ ലോർഡ് ബ്രിങ് ഫോർത്ത് ലൈഫ്. അതായത് ജീവൻ ഇല്ലാത്തിടത്ത് ദൈവത്തിന്റെ ശബ്ദം ജീവനെ കൊടുക്കുന്ന ശബ്ദം. ഈ ശബ്ദം കേട്ട് ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ പലത് ചലനമറ്റ കിടന്നത് ജീവിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, നിന്റെ ജീവനെ എന്നിൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും
പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിപ്പിക്കുന്നവരെ അത് അകത്തു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്താഗതികളെയും ഭാവനകളെയും ഒക്കെ അറിയുന്നതും വിവേചിക്കുന്നതുമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദത്തിന് മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിന്റെ ശബ്ദം എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. നിന്റെ ശബ്ദം എൻ്റെ ജീവിതത്തിൽ പാർഷ്യാലിറ്റി എല്ലാം മാറ്റണം. നിന്റെ ശബ്ദം എന്നെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ശബ്ദമായി, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ശബ്ദമായി നിന്റെ ശബ്ദം തീരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ശബ്ദത്തിലൂടെ ഞാൻ വളർന്ന് ജീവിച്ച് അഭിഷേകത്തോടെ മുന്നോട്ട് പോയി നല്ല ഫലം കായ്ക്കുന്ന ഒരു ജീവിതമായി വൃക്ഷമായി വളരുവാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നത് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിക്കാലം നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത കർത്താവിന്റെ ദാസൻ നമ്മളോട് പങ്കുവെച്ചല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവരായി അടിയനെ അയക്കണമേ. നമ്മളൊക്കെ ദൈവവചനം പഠിക്കുന്നു. നമ്മുടെ മേലുള്ളതായ ദൈവിക വിളി കേട്ടറിഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കേണ്ടതിന് ഒരു സമർപ്പണത്തോടെ നമുക്കായിരിക്കാം. പ്രത്യേക കർത്താവിന്റെ ദാസൻ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വളരെ തിരക്കുകളിടയ്ക്കും കയറി ദൈവവചനം പറയുവാനും നമ്മളെ കൈത്താങ്ങുവാനും ഒക്കെ കാണിക്കുന്ന ആ നല്ല സന്മനസ്സിനായി സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട് തന്റെ പ്രവർത്തനങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സഭയുടെ പ്രവർത്തനങ്ങൾ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചു. ഇനി ഒത്തിരി പേര് സാക്ഷ്യത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും അതിന് സമയം കണ്ടെത്തുന്നില്ല. കർത്താവ് നമുക്ക് അധികം താമസിക്കാതെ, നാളെ ആരാധനയൊക്കെ ഉള്ള ദിവസമാണല്ലോ. അനേക പ്രിയപ്പെട്ടവരും ദൈവദാസന്മാരൊക്കെയാണ്. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഇവിടെ മനോഹരമായ ഒരു ആരാധന ആലയം ഹല്ലേലൂയ പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അഗാപ്പെ ചർച്ച് ഖത്തർ വളരെ അനുഗ്രഹീതമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പലവിധമായ പോരുകളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ ദൈവം അതെല്ലാം നേരിട്ട് കർത്താവിന്റെ കൃപ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ, കർത്താവിന്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് ഇറങ്ങിയതാണ്. അത് വളരെ ശക്തമായി പ്രവർത്തിപ്പാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്. അതാണ് ഏറ്റവും സന്തോഷം. ഞാൻ പുകഴ്ച പറയുകയല്ല. നിങ്ങളൊക്കെ വളരെ പ്രാർത്ഥിക്കുന്ന ആന്റിമാരും അമ്മച്ചിമാരും സഹോദരന്മാരുമാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ ദോഹയിലെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അഗാപ്പെ ഇന്റർനാഷണൽ പല സ്ഥലങ്ങളിൽ പുതിയ വേലകൾ ആരംഭിക്കുന്നു. അതെല്ലാം അനുഗ്രഹത്തോടെ നടത്താൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവം സഹായിക്കട്ടെ. ദൈവഹിതമായാൽ ഞാൻ സ്തോത്രം, ദൈവം ഈ ചർച്ചിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ അധികം നാട്ടിലൊന്നും വരാൻ സാധിച്ചില്ല. എന്നാൽ കർത്താവ് സഹായിച്ചാൽ നാളെ ചില അത്യാവശ്യ കാര്യങ്ങൾ നിമിത്തം ഞാൻ നാളെ വൈകിട്ട് കേരളത്തിലേക്ക് കൊച്ചിയിൽ കടന്നു വരും. സ്തോത്രം. ചില ദിവസങ്ങൾ കൊച്ചിയിൽ കാണും. അതിനുശേഷം ദൈവം സഹായിച്ചാൽ എൻ്റെ ഓർഡിനേഷൻ സർവീസാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുകൂടെ കൂടുകയാണ്. ഞാൻ അതിനായിട്ട് ഡാളസിലേക്ക് പോവുകയാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസനാണ് ഓർഡൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ കർത്താവിന് വേണ്ടി അധികം പ്രവർത്തിപ്പാൻ സ്തോത്രം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്സിലൊക്കെയുള്ള നമ്മുടെ പല സഹോദരങ്ങളുമുണ്ട്. നിങ്ങൾ സ്തോത്രം കടന്നു വരുവാൻ കഴിയുന്നവരൊക്കെ ഈ ഒക്ടോബർ 18 ശനിയാഴ്ച രാവിലെ 10:30 സ്തോത്രം നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ക്ഷണിക്കുന്നു. സണ്ണിവേയിലുള്ള ഡാളസിലുള്ള ദൈവസഭയിൽ വെച്ചായിരിക്കും ആ പ്രോഗ്രാം നടക്കുന്നത്. അതൊരു ദൈവ ശുശ്രൂഷയാണ്. അപ്പോൾ അത് വളരെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കേണ്ട ശുശ്രൂഷയാണ്. അപ്പോൾ ഞങ്ങൾ ദൈവം സഹായിച്ചാൽ എല്ലാ യാത്രയും എല്ലാം അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കണം. എൻ്റെ വൈഫിന് ആർത്രൈറ്റിസിന്റെ അല്പമായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ചികിത്സയ്ക്കായിട്ട് നാട്ടിലാണ്. ഇവരുടെ വാഗമൺ അടുത്തുള്ള ഒരു സ്ഥലത്ത് ചികിത്സയിലാണ്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവം സഹായിച്ചാൽ ഡാളസിന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും നിങ്ങളുടെ പ്രാർത്ഥന സഹകരണം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടെ നമ്മുടെ ഒരു ദൈവസഭ പണിതുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞങ്ങൾക്ക് പ്രിയ ഷാജി പാസ്റ്ററുടെയൊക്കെ മിഷൻ ബോർഡിന്റെ ഒക്കെ സഹായത്താൽ ഇവിടെ ഒരു ചർച്ച് കോംപ്ലക്സിൽ ഞങ്ങൾക്കൊരു സ്പേസ് എടുപ്പാൻ ഇടയായി തീർന്നു. അതിന്റെ ആദ്യ ഗഡു 5% കൊടുപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. അതിന്റെ പൂർണ്ണമായുള്ള വില എന്ന് പറയുന്നത് 1.6 മില്യൺ ആണ് ഖത്തർ റിയാൽ. അപ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവരും ആ വിഷയത്തെ ഓർത്ത് അടുത്ത ഗഡുകളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടതായ ഞങ്ങളുടെ ഒരു ചെറിയ വളർന്നു വരുന്ന സഭയാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല.
എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കും. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം നമ്മളൊന്ന് യാദൃച്ഛികമായിട്ട് ഈ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജ് വന്നുപെട്ടതല്ല. ദൈവം നമ്മളെ ആക്കിയതാണ്. സ്തോത്രം. ദൈവത്തിന്റെ ഒരു വിളി നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ബൈബിൾ കോളേജിൽ പ്രൈസ് ദി ലോർഡ് പഠിക്കുവാൻ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുക്കുവാൻ അനേകർ പഠിപ്പാനൊക്കെ ഇടയായി തീർന്നത്. അത് വളരെ ഉത്തരവാദിത്തോടെ നിങ്ങൾ കടമേറ്റുന്നുവല്ലോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ദൈവവചനം പഠിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മോടൊപ്പം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ BM തോമസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ നമ്മളോടൊപ്പമായി ദൈവവചനം ശുശ്രൂഷിക്കും. എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്കൊരു ഗാനം കൂടെ കേൾക്കാം. പ്രിയ അക്സ ഡാനിഷ് താന് ഒരു പാട്ട് പാടുന്നതായിരിക്കും. താനൊരു പാസ്റ്ററുടെ മരുമകളാണ്, മകളുമാണ്. സ്തോത്ര. ദൈവം സഹായിക്കട്ടെ. തൃശ്ശൂരിൽ നിന്ന് നമ്മളെ വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്യുന്ന പ്രിയ സഹോദരി ഇപ്പോൾ ഒരു പാട്ട് പാടും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ BM തോമസ് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. സമയമെടുത്ത് ഞാൻ അധികമൊന്നും പറയുന്നില്ല, ഞാൻ പാട്ടിലേക്ക് കടക്കുകയാണ്. ഇത്ര മഹത്വമുള്ള പദവിപ്പോഴുക്കരുളാൻ, ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കരുളാൻ പാത്രതയേതുമില്ല. നിന്റെ കൃപ ഇത്ര വിചിത്രമഹോ, പാത്രതയേതുമില്ല. നിന്റെ കൃപ ഇത്ര വിചിത്രമഹോ, മന്യരിൽ മന്നവൻ നീ, മനുകുലത്തിനു രക്ഷകരൻ നീ. മന്യരിൽ മന്നവൻ നീ, മനുകുലത്തിനു രക്ഷകരൻ നീ. മിന്നും പ്രഭാവമുള്ളോൻ, പിതാവിനു സന്നിധൻ നീയല്ലയോ. മിന്നും പ്രഭാവമുള്ളോൻ, പിതാവിനു സന്നിധൻ നീയല്ലയോ. വന്ദനമീശുപരാ, നീനക്കെന്നും വന്ദനമീശുപരാ. വന്ദനമീശുപരാ, നീനക്കെന്നും വന്ദനമീശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പ്രിയ അക്സ ഡാനിഷ്. താങ്ക് യു. ദൈവം തന്നെ സഹായിക്കട്ടെ. എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്ന പ്രിയ സഹോദരിയാണ്. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് ദൈവവചനത്തിന് മുമ്പിലേക്കായിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ BM തോമസ്. അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കോട്ടയത്തിനടുത്ത് മറിയപ്പള്ളി ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനാണ്. എങ്കിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരിക്കാം, എന്ന് നോട്ട് ബുക്കും ഒക്കെ ആയിട്ടിരുന്ന എല്ലാ ക്ലാസ്സുകളും പങ്കെടുക്കുന്ന ഒരു ശ്രേഷ്ഠ ദൈവദാസനാണ് താൻ. തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് താൻ അല്പമായി ശുശ്രൂഷിക്കും. പാസ്റ്റർ BM തോമസ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതിന് നെറ്റിന്റെ ഇവിടെ കംപ്ലൈന്റ് ആയതുകൊണ്ട് വീഡിയോ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങ് പ്രസംഗിച്ചാൽ മതി. കേൾക്കാം. കേൾക്കാമല്ലോ. ഓക്കെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഗാപ്പ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ ചാപ്പൽ സർവീസിനോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനവുമായി ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വിലയേറിയ സമയത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അഗപ്പ ബൈബിൾ കോളേജിന്റെ ചുമതല വഹിക്കുന്ന അനുഗ്രഹ കർത്താവിന്റെ ദാസൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ഷാജി കെ ഡാനിയൽ, ഇതിന് ചുമതല കൊടുക്കുന്ന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ലാലു ജേക്കബ്,
ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ദൈവ സാന്നിധ്യം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവം വെളിപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹപ്പെട്ടതായ സാക്ഷ്യങ്ങൾ, ഗാനങ്ങൾ, ദൈവവചനം ഒക്കെയും ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃത്യമായി സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അഗപ്പ ബൈബിൾ കോളേജ് അത് അനേകർക്ക് ഒരു ആശ്വാസവും അനേകർക്ക് ദൈവവചനം പഠിക്കുവാനുള്ളതായ ദൈവത്തിന്റെ ഒരു മുഖാന്തരത്തെ ദൈവം അവിടുന്ന് ഒരുക്കിയതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതേ സ്തോത്രം, ഞാനും ഒരു സ്റ്റുഡൻ്റ് ആണ്. സ്തോത്രം, എനിക്കും ഇപ്രകാരം പഠിക്കുവാൻ ഒരു അവസരം ഒരുക്കി തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴായി പലയിടങ്ങളിലൊക്കെയും കടന്നു പോകേണ്ടതായ സാഹചര്യം ഉള്ളപ്പോൾ അതേ സ്തോത്രം മാത്രമാണ് എനിക്ക് ആബ്സെന്റ് ആയിട്ട് വരുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കുടുംബമായിട്ട് ഈ ക്ലാസ്സിലൊക്കെയും പങ്കെടുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. വായിച്ചോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സ്തോത്രം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സ്തോത്രം. നമുക്കറിയാം, ദൈവം സ്ഥാപിച്ച 2 കാര്യമാണ്. ഒന്ന്, ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ ദൈവസഭ. 2, ദൈവം സ്ഥാപിച്ച കുടുംബം. ഈ 2 കാര്യങ്ങളും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ, നശിപ്പിക്കുവാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സ്തോത്രം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് ദൈവത്തെ സൃഷ്ടിച്ചാക്കിയ ആദാം ഹവ്വ അവർ പാപം ചെയ്തു. കാണുവാൻ കഴിയുന്നു, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ട് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ഇരുവരുടെയും കണ്ണ് തുറന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അവരുടെ തേജസ് നഷ്ടമായി. നമുക്കറിയാം, മുഴു ലോകത്തിൻ്റെയും അതേ സ്തോത്രം പാപം വഹിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി തീരുവാൻ തക്കവിടെയായി തീർന്നു. അതേ മുഴുവർഗത്തെയും നേടിയെടുക്കുവാൻ ദൈവത്തിന് മറ്റൊരു മാർഗം ഇല്ലായിരുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പാപം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തെ വീണ്ടെടുക്കുവാൻ വേറൊരു മാർഗം ഇല്ലായിരുന്നു. കാൽവറി തന്റെ ഓമന പുത്രനെ ഈ ലോകത്തിലേക്ക് യാഗമായി അർപ്പിച്ചു. യോഹന്നാൻ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതേ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സ്തോത്രം. ആ സഭയുടെ ഒരംഗമായി തീരുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തന്നു. നമുക്കറിയാം, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ആ സഭയെ ചേർക്കുവാനാണ് കർത്താവ് വീണ്ടും വരുന്നത്. സ്തോത്രം. ഈ താമസമില്ല. അതേ നാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതുപോലെ തന്നെ കുടുംബം, അത് ദൈവത്താൽ സ്ഥാപിതമാണ്. നമുക്കറിയാം, അതേ സ്തോത്രം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് തക്കതായ തുണയെ ദൈവം ഒരുക്കി കൊടുക്കും എന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. അതേ സ്തോത്രം. നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ചാക്കിയ ആ കുടുംബങ്ങളെ, അതേ സ്തോത്രം, അവർക്ക് ദൈവം ദാനമായിട്ടിരിക്കുന്ന തലമുറകളെ നശിപ്പിക്കുവാൻ, അതേ സ്തോത്രം, തകർത്തു കളയുവാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ യോബിന്റെ പുസ്തകം നോക്കുമ്പോൾ അതേ സ്തോത്രം, അവനെക്കുറിച്ച് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. ആ യോബിനെ കുറിച്ച് സാത്താൻ ദൈവമുമ്പാകെ അവൻ കുറ്റം വിധിക്കുവാൻ ചെന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം, തന്റെ ജീവിതത്തിൽ
ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ താനായിരുന്നത് കൊണ്ട് അതേ സ്തോത്രം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതായ പ്രതിസന്ധികൾ, അതേ സ്തോത്രം അതേ സ്വന്തം തലമുറകളെ ഈശാനമൂലൻ അടിച്ച് തലമുറകൾ നഷ്ടമായി, തൻ്റെ സ്വത്തും സമ്പത്തും എല്ലാം തൻ്റെ നഷ്ടമായി തീർന്നു. അതേ സ്വന്തം ഭാര്യ പോലും ഈ വിശ്വാസത്തെ ത്യജിച്ച് കളഞ്ഞ് മരിച്ചു കളയാൻ പറഞ്ഞു. അതേ കൂട്ടുകാർ പോലും തള്ളിപ്പറഞ്ഞു. എന്നാൽ യോബിനറിയാമായിരുന്നു തൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും, എൻ്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് ആ ഒരു വിശ്വാസം തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിലും താൻ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതുകൊണ്ട് തൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു. തൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുവാൻ തക്കപടിയായി തീർന്നു. അതേ സ്തോത്രം, ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് താൻ ഭയപ്പെടുകയാണ്. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ അതേ സ്തോത്രം നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി നമ്മെ തകർത്തു കളയുവാൻ ശത്രു പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ, ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നാം സാത്താന്റെ തന്ത്രങ്ങൾ നാം ഈ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, അവൻ ഹവ്വായെ പരീക്ഷിച്ചു തോൽപ്പിച്ചു. മാത്രമല്ല, അവൻ ദൈവജനത്തെ സദാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ നിന്ന് അവൻ എടുത്തു കളയുവാൻ ശ്രമിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സഭകളിലൊക്കെയും അവൻ കളവിതയ്ക്കാൻ നോക്കുന്നു. ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുവാൻ അവൻ തന്ത്രപ്പെടുകയാണ്. മാത്രമല്ല, സാത്താന്റെ ഒരു പരീക്ഷണമാണ് പോസ്റ്റ് പറയുക എന്നുള്ളത്. മാത്രമല്ല, അവൻ പാപം ചെയ്യിപ്പിക്കുകയാണ്. അതേ സ്തോത്രം, അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കുന്നു. ഈ നാളുകളിൽ വിശ്വാസികളോട് അവൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, അതുകൊണ്ട് നാം സാത്താനെ ജയിക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം, അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവായുധവർഗം നാം ധരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിച്ചാട്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. കണ്ടോ സ്തോത്രം. എന്നിട്ട് 14 മുതൽ വീണ്ടും ആ സർവായുധവർഗം എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുക 6 കൂട്ടം കാര്യങ്ങളുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ 14 മുതൽ അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിലുള്ള ഒരു കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സ്തോത്രം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ അതേ സ്തോത്രം ദൈവത്തിന്റെ സർവായുധവർഗം നമ്മൾ ധരിക്കണം. ഇവിടെ 6 കൂട്ടം പറഞ്ഞിരിക്കുകയാണ്. അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷത്തിന് ഒരുക്കം കാലിനെ ചെരുപ്പാക്കണം. അതേ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. പിന്നെ പറയാണ്, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സ്തോത്രം.
ഹല്ലേലൂയ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ അപ്രകാരം ആ സർവായുധ വർഗമായി ഏറ്റുകൊണ്ട് നാം നിൽക്കുന്നുവെങ്കിൽ അവന്റെ തന്ത്രങ്ങളെ, അതേ സ്തോത്രം, അവൻ കൊണ്ട് കെടുത്തുവിടുന്നതായ തീയൊമ്പുകളൊക്കെയും കെടുക്കുവാനുള്ള വിശ്വാസം എന്ന പരിചയം നമ്മുടെ കയ്യിലുണ്ട്. ആത്മാവിന്റെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് നമ്മുടെ കയ്യിലുണ്ട്. തിരിച്ചു വെട്ടുവാൻ നമുക്ക് കഴിയും. സ്തോത്രം. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ തക്കവടയായിട്ടു. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവാൻ തക്കവടയായിട്ടണം. പിശാചുമായിട്ട് യാതൊരു കോംപ്രമൈസും നമ്മൾ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുവാൻ തക്കവടയായിത്തീരും. സ്തോത്രം. അതേ സ്തോത്രം. സമയം മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുവാനുണ്ട്. 5:8 പറയുന്നുണ്ട്, നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ തിരഞ്ഞു ചുറ്റി നടക്കുക. സ്തോത്രം. അവൻ ആക്രമിക്കുവാൻ, അതേ സ്തോത്രം, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, അതേ സ്തോത്രം, നാം ഉണരുവാൻ നമുക്ക് കഴിയണം. അതേ, അവന് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നവൻ തിരഞ്ഞു ചുറ്റി നടക്കുകയാണ്. അവന്റെ പൂണിയിൽ നമ്മെ ആക്കി തീർക്കുവാൻ അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ സ്തോത്രം. അതിനെതിരെ നമുക്ക് നിൽക്കുവാൻ നമുക്ക് കഴിയണം. മാത്രമല്ല സ്തോത്രം, 2, ലോകത്തെ നമുക്ക് ജയിക്കുവാൻ നമുക്ക് കഴിയണം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ വായിക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടോ എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കണ്ടോ? സ്തോത്രം. ഇവിടെ കഷ്ടമില്ലെന്നല്ല പറയുന്നത്, നമുക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. കാരണം നമ്മൾ വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം കർത്താവായ യേശുക്രിസ്തു, അവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നവനാണ്. ഇവിടെ വിശ്വാസി 2 മണ്ഡലങ്ങളിലാണ് ജീവിക്കുന്നത്. 1 ക്രിസ്തുവിലും, 2 ലോകത്തിലും. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ആ ദൈവിക സമാധാനം ലഭിപ്പാൻ തക്കവടയായിത്തീരും. എന്നാൽ ലോകത്തിൽ ജീവിക്കുന്നവന് കഷ്ടമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കഷ്ടത്തിന്റെ അതിന്റെ അകത്തളത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ധൈര്യപ്പെടണം. നമുക്കറിയാം, യെശയ്യാ പ്രവചനം 26:3 പറയുന്നുണ്ട്, സ്ഥിരമാനസൻ, അതേ സ്തോത്രം, നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ നമ്മൾ വായിച്ച യോഹന്നാൻ സുവിശേഷം 16 വായിച്ചെങ്കിൽ അതിന്റെ 15-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവീൻ. 19 കൂടെ. നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. കണ്ടോ? സ്തോത്രം. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതേ സ്തോത്രം. സ്വന്തം സഹോദരങ്ങൾ, ബന്ധുക്കൾ, ദേശനിവാസികളൊക്കെയും അതേ സ്തോത്രം വിവിധമായ രീതിയിൽ നമ്മെ പകച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അരിമനാഥൻ നമ്മെ ഓരോരുത്തരെയും ജയോത്സവമായി നടത്തുകയാണ്. നമ്മെ തള്ളിക്കളയുന്നിടത്ത്, ഒറ്റപ്പെടുത്തുന്നിടത്ത്, കുറ്റപ്പെടുത്തുന്നിടത്ത് അവരുടെ മുന്നിൽ ദൈവം നിവർന്ന് നിൽപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തരാക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് സ്തോത്രം 1 യോഹന്നാൻ 5:4 പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ
നമ്മുടെ വിശ്വാസം തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തെ ജയിച്ച് അതേ സ്തോത്രം ഒരു യഥാർത്ഥ വിശ്വാസിയായി നമുക്ക് മുന്നേറുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, നമ്മൾ പാപത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പാപം വാതിൽ കിടക്കുകയാണ്, അതിന്റെ ആഗ്രഹം നമ്മളോടാണ്. അത് നമ്മെ തകർത്ത് കളയുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. സ്തോത്രം. പാപത്തെ നമുക്ക് ജയിപ്പാൻ നമുക്ക് കഴിയണം. കാരണം പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി വാഴുന്ന തിന്മയുടെ ശക്തിയാണ് പാപം. ദൃശ്യവും അദൃശ്യവുമായ സകലതും പാപത്തിന്റെ പിടിയിലാണ്. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണ് പാപത്തിന്റെ അടിസ്ഥാന കാരണം തന്നെ. പാപം എല്ലാം തന്നെ ദൈവത്തിനെതിരെയുള്ളതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞു. 51-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് പാപം. ആദാമിൽ എല്ലാവരും പാപികളായി തീർന്നു. എന്നാൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുകയാണ്. ഒടുക്കത്തെ ആദാമായ ക്രിസ്തു മനുഷ്യവർഗത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കപടിയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പാപത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയണം. 4-ാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ജഡത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കത് 2 കോരിന്ത്യർ തന്നെ കാണുവാൻ കഴിയുന്നു. 2 കോരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ഞാൻ അതിനായി നിഗളിച്ചു പോകാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടുപോയി. സ്തോത്രം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാനാണ് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുകയാണ്. അത് സാത്താന്റെ ദൂതനെ തന്നെ കൊണ്ടാക്കിയിരിക്കുകയാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുവാൻ അതേ ഭാഗ്യം ലഭിച്ച അപ്പോസ്തലനായ പൗലോസാണ് തന്റെ ജീവിതത്തിലുള്ളതായ വെളിപ്പാടുകൾ മുഖാന്തരം താൻ നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ശൂലെന്ന് പറയുന്നത് കഷ്ടതയായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ഏത് സ്തോത്രം, താൻ ദൈവത്തോട് ഇപ്രകാരം അത് എന്നെ വിട്ടു പോകേണ്ടതിന് 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, നിന്റെ രോഗസൗഖ്യമല്ല നിനക്ക് ആവശ്യം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവകൃപയാണ് നമ്മെ നിർത്തുന്നത്. അതേ സ്തോത്രം. ഇന്ന് രാത്രിയിൽ അനുഗ്രഹപ്പെട്ടതായ സാക്ഷ്യം നാം കേട്ടല്ലോ സഹോദരിയുടെ. അതേ സ്തോത്രം. ആ ദൈവകൃപ അവരിൽ പകർന്നത് കൊണ്ടാണ് അവരെ ദൈവം അവരെ മാറ്റുവാൻ തക്കപടിയായി തീർന്നത്. പൗലോസിന്റെ ജീവിതത്തില് ആ ദൈവകൃപയാണ് അവനെ മുന്നോട്ട് നയിപ്പാൻ തക്കപടിയായി തീർന്നത്. സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിക്കേണ്ട ഇതോടെ പറയുന്നുണ്ട്. ദുർനടപ്പ്, വിശുദ്ധി, അശുദ്ധി, പക, പിണക്കം മുതലായതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 22-ാമത്തെ വാക്യത്തില് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, ഇവയ്ക്ക് വിരുദ്ധമായി ഒരു ന്യായപ്രമാണമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ആ ഗലാത്യ ലേഖനത്തിന്റെ അതേ 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ അതേ സ്തോത്ര പ്രകാരം പറയുകയാണ്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുകയാണ്. സ്തോത്രം. ആ ക്രിസ്തുയേശുവിനുള്ളവർ
ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ എന്ത് ചെയ്തു? ക്രൂശിച്ചിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ 6:14 തന്നെ പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുതേ. ഹല്ലേലൂയ. നമുക്കറിയാം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയുമാണ്. സ്തോത്രം, ഹല്ലേലൂയ. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുകയും യഹൂദന്മാർ, അതേ സ്തോത്രം, യഹൂദന്മാർ അടയാളം അന്വേഷിക്കും, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ. സ്തോത്രം, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലോ. സ്തോത്രം, ഈ ദിവസങ്ങളില് അതേ സ്തോത്രം, അതേ സാത്താനെ നമുക്ക് ജയിപ്പാൻ നമുക്ക് കഴിയണം. അത് 2, ലോകത്തെ നമുക്ക് ജയിപ്പാൻ നമുക്ക് കഴിയണം. 3, പാപത്തെ ജയിപ്പാൻ നമുക്ക് കഴിയണം. 4, ജഡത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിലും അത് യഥാർത്ഥമായ ഒരു വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, തലമുറകൾക്കൊക്കെ ഒരു മാതൃക കാണിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് രാത്രി കാലം അതേ സ്തോത്രം ഇപ്രകാരം അല്പസമയം ദൈവവചനത്തിൽ സംസാരിപ്പാൻ അതേ സ്തോത്രം അഗാപ്പ ഓൺലൈൻ ബൈബിൾ കോളേജ് അതേ സ്തോത്രം ഇപ്രകാരം എനിക്കൊരു അവസരം ഒരുക്കി തന്നതിനായി അതേ സ്തോത്രം ഇതിന്റെ പിന്നിൽ അതേ ചുമതല കൊടുക്കുന്നതായ അതേ സ്തോത്ര ദൈവദാസന്മാർ പാസ്റ്റർ ഷാജി കെ ഡാനിയലിനും അതുപോലെ സ്തോത്രം ചുമതല കൊടുക്കുന്ന പാസ്റ്റർ ലാലു ജേക്കബ് സാറിനും എന്റെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത നമ്മോട് പങ്കുവെക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ. തന്റെ പ്രവർത്തനങ്ങളെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്, പ്രത്യേകിച്ച് കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറം മറിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവചനം ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നു. കർത്താവ് തന്നെ വീണ്ടും ശക്തമായി കുടുംബമായി സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തന്റെ കുടുംബിനി, തന്റെ വൈഫ് സിസ്റ്റർ ഷോൺ തോമസ് വളരെ ശക്തമായി ലേഡീസ് മിനിസ്ട്രിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സഹോദരിയാണ്. ദൈവം ആ കുടുംബത്തെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേക നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ, മറ്റു പ്രിയപ്പെട്ടവരെ, എല്ലാ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഒക്ടോബർ 16 മുതൽ നടക്കുന്ന നമ്മുടെ അഗാപ്പെ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഡാളസിൽ നടക്കുന്ന ആ കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അവിടെ വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഒക്കെ ദൈവത്താൽ മാനിക്കപ്പെട്ട ദേശം ദൈവത്താൽ വിടുവിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. എനിക്കറിയാം അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, എന്നാൽ ഇന്ന് ഇത്രയും സമയം പോയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നിർത്തുകയാണ്. എനിക്കും ഇന്ന് വൈകിട്ട് ചർച്ചിൽ, ഇവിടെ ശനിയാഴ്ച വൈകിട്ട് ഇപ്പോൾ 7:30 എനിക്കും മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്തോത്രം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സഹായിക്കേണ്ടതായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി എല്ലാ സഹകരണത്തിനും നന്ദി. വീണ്ടും നമ്മളൊരു കുടുംബമാണ്. സ്തോത്രം. നമ്മളൊരു കുടുംബമാണ്. പ്രാർത്ഥനയിൽ ഒരു ശരീരത്തിന്റെ അവയവങ്ങളായി ഒരുമിച്ച് മുമ്പോട്ട് പോകുവാൻ, നമ്മുടെ ഈ പ്രവർത്തനത്തെ ഒക്കെ ശക്തീകരിക്കാൻ, ലോകം നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് നമുക്കൊരു ടീമായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ വീണ്ടും സഹായിക്കേണ്ടത്. നമ്മളെ തന്നെ ദൈവവരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ അവസാനമായി നമ്മുടെ ദൈവദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രികാലത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചു. കേൾക്കപ്പെട്ട സാക്ഷ്യങ്ങള്, പാട്ടുകള്, ദൈവികാലോചന ഒക്കെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് അതിനെ സംസാരിച്ച കർത്താവിന്റെ ദാസനോട് നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. പാട്ടുകൾ പാടിയ, സാക്ഷ്യങ്ങൾ പറഞ്ഞ എല്ലാ ദൈവമക്കളെയും കർത്താവ് വീണ്ടും ശക്തിയോടെ ദൈവരാജ്യത്തിൽ ഫലം കായ്ക്കുന്നവരായി തീർക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷയങ്ങളൊക്കെ ഓർത്ത് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിക്കാലം ഞങ്ങളെ ഒന്നിച്ച് കൂട്ടി വരുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വന്ന സമയം മുതൽ കർത്താവ് ഞങ്ങളോട് സംസാരിക്കുകയും ദൈവം ഞങ്ങളെ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തു. വലിയ ബലത്തോടും ഉത്സാഹത്തോടും ആയിട്ട് ഞങ്ങളെ സഹായിച്ചു. ഇന്ന് സംസാരിച്ച കർത്താവിന്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടി സാക്ഷ്യങ്ങൾ പറഞ്ഞ
പ്രാർത്ഥന റിക്വസ്റ്റുകൾ അപേക്ഷിച്ച് എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, വലിയ ശക്തിയോടും ബലത്തോടും ഞങ്ങളെ നയിക്കണം. പാസ്റ്റർ ലാലുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദാസന്റെ യാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെയിരിക്കണം. എവിടെ പോയാലും ദൈവത്തിന്റെ കൃപയിലായിരിക്കാൻ കർത്താവ് സഹായിക്കണം. തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും, കടന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ സൂക്ഷിക്കണം. രാത്രികാലം ഞങ്ങളെ സമാധാനത്തോടെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് വീണ്ടും അങ്ങ് സ്തുതിപ്പാനിടയാക്കണം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയെ ഞങ്ങളെ സൂക്ഷിക്കണം, അനുഗ്രഹത്തോടെ അയക്കണം. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോട് കൂടെയും നമ്മുടെ ബൈബിൾ കോളേജിനോട് കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിനെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. God bless you. See you on Monday. Thank you. Have a good night. Thank you, Pastor. Thank you. Bye bye.